ബിഗ് ബോസ് മലയാളം സീസൺ 6 ബിഗ് ബോസ് വീട്ടിൽ ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് സുഹൃത്തുക്കളാണ് ജിൻഡോയും ജാൻമണിയും. ജിൻഡോ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ജാൻമണി എന്ന്. എന്നാൽ 4ാമത്തെ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ ജാൻമണി ക്യാപ്റ്റനായി എത്തുകയും പവർ ടീമിൽ ജിൻഡോ എത്തുകയും ചെയ്ത ആഴ്ചയിൽ പവർ ടീമിൻ്റെ ചില തീരുമാനങ്ങളെ തുടർന്ന് ക്യാപ്റ്റനും പവർ ടീമും തമ്മിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളിലായി, വ്യത്യസ്ത ധ്രുവങ്ങളിലായി. അതേ തുടർന്ന് ഇരുവരും പരസ്പരം കൊമ്പ് കോർക്കുന്ന ഒരു സ്ഥിതി വരെയൊക്കെ എത്തിയിരുന്നു. എന്നിരുന്നാലും പ്രേക്ഷകർക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യം, അഥവാ ബിഗ് ബോസ് പ്രേക്ഷകരെ കാണിക്കാത്ത ഒരു കാര്യം, ഇങ്ങനെ ഇവർ രണ്ടുപേരും രണ്ട് തട്ടിൽ നിൽക്കുമ്പോഴും എങ്ങനെ ഇവരുടെ ആശയങ്ങൾ ഒന്നായി വരുന്നു, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നായി വരുന്നു എന്നതാണ്. 4ാം ആഴ്ചയിലെ 2ാമത്തെ ദിവസം മുതൽ ജിൻഡോയും ജാൻമണിയും വെവ്വേറെ രീതികളിൽ ടാർഗറ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥിയായ പവർ ടീമിലേക്ക് പുതിയ അംഗമായി എത്തിയ അർജുനെയാണ്. താൻ പവർ ടീമിലേക്ക് എടുത്തില്ലായിരുന്നെങ്കിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്ന് ഔട്ടായി പോകേണ്ടിയിരുന്ന മത്സരാർത്ഥിയാണ് അർജുൻ എന്ന തരത്തിൽ ജിൻഡോ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുമ്പോൾ, ജാൻമണിയാകട്ടെ പുറത്ത് തന്നെ പരിചയമുള്ള ആളും സുഹൃത്തുമൊക്കെ ആയിരുന്നിട്ടും ഒരു ചായ ചോദിച്ചിട്ട് അതുപോലും തരാതെ തന്റെ പേഴ്സണൽ കാര്യങ്ങൾ നിരാകരിച്ച വ്യക്തിയാണ് അർജുൻ എന്ന നിലയിൽ അർജുനെതിരെ മുന്നോട്ട് നീങ്ങുന്നു. രണ്ടുപേരുടെയും ലക്ഷ്യം അർജുൻ തന്നെയാണ്. അതെങ്ങനെ സംഭവിച്ചു? മറ്റൊരു കാര്യം, ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ജിൻഡോ ഏറ്റവും കൂടുതൽ സുഹൃത്താക്കാൻ ശ്രമിക്കുന്ന ഒരു മത്സരാർത്ഥി ഋഷി എന്ന മുടിയനാണ്. എന്തിനാണ് ഋഷിയെ ജിൻഡോ ലക്ഷ്യമിടുന്നത് എന്നത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്നാലും ആദ്യ ദിവസം അവസാനം തന്നെ ജിൻഡോ ഋഷിയുടെ റൂമിലെത്തി ഒത്തിരി നേരം സംസാരിക്കുന്നതും ഋഷിക്ക് ഇഷ്ടപ്പെട്ട റോക്കിയുടെ വിഷയങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പിറ്റേ ദിവസവും ജിൻഡോയും മുടിയനും തമ്മിലുള്ള സംസാരം മുന്നോട്ട് പോവുകയും അത് ജിൻഡോയ്ക്ക് ഫേവറബിളാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതേസമയം ജാൻമണിയും ഇതേ പാതയിൽ തന്നെയാണ്. എന്തിനേറെ, മെഡിക്കൽ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം റൂമിൽ വന്ന് റെസ്റ്റ് ചെയ്തപ്പോഴും, അതിനുശേഷം പുറത്ത് ലിവിങ് ഏരിയയിൽ വന്ന് സോഫയിൽ കിടന്ന് റെസ്റ്റ് ചെയ്തപ്പോഴുമൊക്കെ മറ്റ് മത്സരാർത്ഥികളെ പറഞ്ഞുവിട്ട് തൻ്റെ അടുത്തിരിക്കാൻ, തനിക്ക് വർത്തമാനം പറയാൻ വേണ്ടി ജാൻമണി തിരഞ്ഞെടുത്തത് മുടിയനെയാണ്. ഇത്തരം ഒരു ആത്മബന്ധം ഇവർക്കിടയിൽ എപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു? പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ജിൻഡോയും ജാൻമണിയും ചെയ്യുന്ന കാര്യങ്ങളിൽ ഐക്യമുണ്ട്. ഇവർ ഏതാണ്ട് ഒരേ ദിശയിൽ തന്നെയാണ് പറക്കുന്നതും. പക്ഷേ ഇവർ തമ്മിൽ എപ്പോഴാണ് ഇത്തരം ആശയങ്ങൾ കൈമാറുന്നതെന്നോ ഇത്തരം സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യുന്നതെന്നോ ബിഗ് ബോസ് കാര്യമായി നമ്മളെ കാണിച്ചിട്ടില്ല. ബിഗ് ബോസ് വീഡിൽ എഡിറ്റ് ചെയ്യപ്പെട്ടു പോകുന്ന ഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നായിരിക്കുമോ ഇത്? അതോ മറ്റെന്തെങ്കിലും ഒരു ആശയവിനിമയ മാർഗം ഇവർക്കിടയിൽ ഉണ്ടാകുമോ? ഏതായാലും ബിഗ് ബോസിന്റെ വരും എപ്പിസോഡുകൾ ഏതെങ്കിലും സമയത്ത് ഇതിനും ഉത്തരം പറയാതിരിക്കില്ല. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?